വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന് നേർക്ക് വീണ്ടും കല്ലേറ്. അങ്കമാലി ആലുവ ഭാഗത്ത് വെച്ചാണ് ഇന്നലെ രാത്രി ട്രെയിനിന് നേർക്ക് കല്ലേറുണ്ടായത്. കല്ലേറിൽ ട്രെയിനിന്റെ ജനൽച്ചില്ലകൾ തകർന്നു. സംഭവത്തിൽ റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രതികൾക്കായി അന്വേഷണം തുടരുന്നു. വന്ദേ ഭാരത് എക്സ്പ്രസിലെ CCTV ദൃശ്യം പരിശോധിക്കുകയാണെന്ന് റെയിൽവേ പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ കണ്ണൂരിൽ വെച്ച് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന് നേർക്ക് കല്ലേറുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്നും മംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന ട്രെയിനിനാണ് കണ്ണൂർ സൗത്തിനും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനും ഇടയിലുള്ള പ്രദേശത്ത് വെച്ച് കല്ലേറുണ്ടായത്. മലപ്പുറം മഞ്ചേരിയിൽ MLA-ക്കെതിരെ അസഭ്യ കമന്റിട്ട യുവാവിന് മർദ്ദനം. MLA UA ലത്തീഫിനെതിരെയാണ് യുവാവ് ഫേസ്ബുക്കിൽ അസഭ്യ കമന്റിട്ടത്. തുടർന്ന് MLA-യുടെ മകൻ അമീറും സംഘവും ചേർന്ന് യുവാവിനെ മർദ്ദിക്കുകയായിരുന്നു. മഞ്ചേരി മുള്ളമ്പാറ സ്വദേശി കൂളിയോടൻ ലത്തീഫിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ മഞ്ചേരി പോലീസ് കേസെടുത്തു. മഞ്ചേരി MLA UA ലത്തീഫിന്റെ മകൻ അമീറും സംഘവും ചേർന്നാണ് യുവാവിനെ മർദ്ദിച്ചത്. MLA-ക്കെതിരെ ഫേസ്ബുക്കിൽ അസഭ്യ കമന്റിട്ടതിനെ ചൊല്ലിയാണ് മർദ്ദനം. ഗുരുവായൂർ ദേവസ്വത്തിന്റെ 16ാമത് ചെയർമാനായി പാലക്കാട് പെരിങ്ങോട്ടുകുറിശി സ്വദേശിയും മുൻ MLA-യുമായ AV ഗോപിനാഥ് ചുമതലയേറ്റു. ഡോക്ടർ VK വിജയൻ, VG രവീന്ദ്രൻ എന്നിവർ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് AV ഗോപിനാഥ്, MU ഷിനിജ എന്നിവരെ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായി സർക്കാർ ഇന്നലെ നാമനിർദ്ദേശം ചെയ്തത്. ഇന്ന് രാവിലെ 10:15 തെക്കേ നടയിലെ വൈഷ്ണവം ഓഡിറ്റോറിയത്തിൽ ഇരുവരുടെയും സത്യപ്രതിജ്ഞ നടന്നു. റവന്യൂ ദേവസ്വം സെക്രട്ടറിയും ഗുരുവായൂർ ദേവസ്വം കമ്മീഷണറുമായ MG രാജമാണിക്യം IAS അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ക്ഷേത്രം ഊരാളനും ദേവസ്വം ഭരണസമിതി അംഗവുമായ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ചടങ്ങിൽ ഭദ്രദീപം തെളിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സെലിബ്രിറ്റികളെ തേടി BJP. നടിയും താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റുമായ ശ്വേതാ മേനോനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ശ്വേത ഇതുവരെ പരസ്യ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. നേരത്തെ ഗായകൻ മധു ബാലകൃഷ്ണനെ BJP മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നു. തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് വേണ്ടി BJP നേതൃത്വം സമീപിച്ചെന്ന് മധു ബാലകൃഷ്ണൻ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കരിയറിൽ കേന്ദ്രീകരിക്കാനാണ് ആലോചിക്കുന്നതെന്നും സ്ഥാനാർത്ഥിയാവാനില്ലെന്നും മധു ബാലകൃഷ്ണൻ പറഞ്ഞു. വിസ തട്ടിപ്പ് കേസിൽ നിർമ്മാതാവ് ജോബി ജോർജിന് തടവും പിഴയും ശിക്ഷ. 2 കേസുകളിലായി 4 വർഷം തടവും 66.5 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. UK വിസ വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. 2011 നടന്ന കേസിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. മൂവാറ്റുപുഴ സ്വദേശി രാജേഷ് മാത്യു, മുഴുന്തുരുത്തി സ്വദേശികളായ ബിജു വർഗീസ്, ഡാർലി ബിജു ദമ്പതികൾ എന്നിവരുടെ പരാതികളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് കോടതി വിധി പ്രസ്താവിച്ചത്. പരാതിക്കാരെ തുടക്കം മുതൽ തന്നെ വഞ്ചിക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് ജോബി പ്രവർത്തിച്ചതെന്ന് കോടതി നിരീക്ഷിച്ചു.